നമസ്കാരം. ഷീബിഡീസിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് രണ്ടിടങ്ങഴി എന്ന നോവലിലെ 16 മുതലുള്ള അധ്യായങ്ങളാണ്. 16 മുതൽ 26 വരെയുള്ള അധ്യായങ്ങളോടെ ഈ നോവൽ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ ആദ്യ ഭാഗങ്ങൾ നേരത്തെ പഠിപ്പിച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ പഠിപ്പിക്കുകയല്ല, നേരത്തെ ആ പാഠഭാഗങ്ങളുടെ സമ്മറി പറഞ്ഞു പോയിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. ഇതിന്റെ ഒരു സമ്മറി കേട്ടിട്ട് പോയാൽ ആശയം മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാൻ കഴിയും. പ്രധാന കഥാപാത്രങ്ങളെ നമ്മൾ നേരത്തെ തന്നെ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. കോരനും ചിരിതയും, കോരന്റെ പിതാവ് വെളുത്ത, സുഹൃത്തായ ചാത്തൻ, ഇവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങൾ. പിന്നെ ഇതിലെ മുതലാളിയായ ഔസേപ്പ് മുതലാളി, അതായത് പുഷ്പവേലിയിൽ ഔസേപ്പ് പ്രധാന കഥാപാത്രമാണ്. ഇത്തരം കഥാപാത്രങ്ങളിലൂടെയാണ് ഈ കഥ മുന്നോട്ട് നീങ്ങുന്നത്. അപ്പൊ ഞാൻ നേരത്തെയുള്ള അധ്യായങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഒരു കുട്ടനാടൻ ജീവിതത്തിന്റെ ഒരു യഥാർത്ഥ ചിത്രീകരണമാണ് ഈ നോവലിലൂടെ തകഴി നടത്തുന്നത്. അപ്പൊ 16-ാം അധ്യായത്തിൽ ചിരിത അവനെ നിർബന്ധിക്കുകയാണ്, അതായത് കോരനെ നിർബന്ധിക്കുകയാണ് അവിടെ ആ നാട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോകണം. അതിനുള്ള കാരണം അറിയില്ല. കഴിഞ്ഞ അധ്യായത്തിൽ അവളെ വഴിയിൽ വെച്ച് ഒരാൾ കയറി പിടിച്ചു. അങ്ങനെ വളരെ അവളുടെ മാറിടമൊക്കെ മുറിഞ്ഞാണ് അവൾ അവിടെ എത്തിയപ്പോൾ. അതുകൊണ്ട് ആണുങ്ങളോട് പറഞ്ഞ് ഇത് വലിയ പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് കരുതി ആ നാട്ടിൽ നിന്ന് മാറിപ്പോകാം എന്നാണ് അവൾ കരുതുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടെ കുടിൽ വയ്ക്കണ്ട എന്നാണ് അവള് നിർബന്ധിക്കുന്നത്. അപ്പൊ കോരൻ സതുവിന് സമ്മതമല്ല. കാരണം ആ നാടിനോട്, പ്രത്യേകിച്ച് പുഷ്പവില്ല ഔസേപ്പിനോട് അവന് സ്നേഹം ഉണ്ടായിട്ടല്ല. അപ്പോൾ അവൻ ഒരു കൃഷിക്കാരനാണ്, പറയാനാണ്. അവൻ എവിടെ ചെന്നാലും കൃഷിപ്പണി തന്നെ ചെയ്യണം. അതിന് ഏതെങ്കിലും ഒരു ജന്മിയെ ആശ്രയിച്ചേ പറ്റൂ. അപ്പൊ ഇവിടെ ഇപ്പോൾ ഏതാണ്ട് എല്ലാവരെയും അറിയാം. അവന്റെ പണിയും അവന് കുറച്ചുകൂടെ എളുപ്പത്തിൽ പഠിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് അവിടെ നിൽക്കണം എന്നുള്ളതാണ് അവന്റെ ഒരു ആഗ്രഹം. പുതിയ നാട്ടിൽ പോയാൽ പിന്നെ അവിടെ ഇതുപോലെ ഒന്ന് പച്ച പിടിച്ച് വരാൻ താമസിക്കും. അപ്പൊ അപ്പൊ ഇവിടെ കഴിയാനൊക്കത്തില്ലെന്ന് ശക്തമായിട്ട് ചിരിത പറയുന്നു. ചിരിത പറയുന്ന ഈ ഒരു വിഷമം മനസ്സിലാക്കുന്ന ഒരു സ്ത്രീ അവിടെയുള്ളൂ. മറിയയോട് അവളെല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അവക്കതറിയാം. പക്ഷെ ആ രണ്ട് സ്ത്രീകളും മറ്റുള്ള കാര്യങ്ങളൊന്നും പറയുമ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താണ് വിഷമമുള്ള കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അവർ കണ്ണുകൾ കൊണ്ട് ഉത്തരം പറയുന്നതല്ലാതെ അവർ ഇയാളോട് ഉത്തരമൊന്നും പറയുന്നില്ല. ചിരിത പറയുന്നത് പുഷ്പവേലിൽ തമ്പ്രാനും ഇവിടെ നിങ്ങളും തമ്മിൽ ചേരില്ല. ആ തമ്പ്രാനും മക്കളും ചീത്തകളാണ്, കൊതിയന്മാരാണ്, പിശാചുക്കളാണ്. ഇവിടെ താമസിച്ച തമ്മിത്തലുണ്ടാവും, അതുകൊണ്ടാണ് നമുക്ക് പോകാമെന്ന് പറഞ്ഞത്. അപ്പൊ ഇത് കേട്ട് മറിയയ്ക്ക് ആശ്വാസമായി. ചിരിത ബുദ്ധിപൂർവ്വം ഇങ്ങനെ ഉത്തരം പറഞ്ഞല്ലോ എന്ന് ചിന്തിച്ചു. റോസിന്റെ മറുപടി വേറൊന്നായിരുന്നു. അതായത്, അത് നീ പറയണ്ട, ഞാനത് സമ്മതിക്കില്ല. കാരണം ഈ നാട്ടിലല്ല, മറ്റൊരു നാട്ടിൽ ചെന്നാൽ ഇത്രയും നല്ലൊരു തമ്പ്രാനെ കിട്ടില്ല. ചിലയിടത്തേക്ക് ആളുകൾ തമ്പ്രാക്കന്മാരെ വേലക്കാരെ തല്ലിക്കൊല്ലുകയാണ്, അറിയാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഇവര് രണ്ട് പുരുഷന്മാരും പോയി കഴിഞ്ഞപ്പോൾ മറിയയും ചിരിതയും കൂടെ സങ്കടം പറഞ്ഞു. മറിയ എന്നിട്ട് അവളുടെ അറിവിൽപ്പെട്ട ചില പെണ്ണുങ്ങളുടെ കാര്യം പറഞ്ഞു. മേലാളന്മാർ നശിപ്പിച്ച പെണ്ണുങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം എന്നിട്ട് മറിയ പറയുന്നത്, എന്റെ ചെറുപ്പകാലത്ത് കെട്ടിയവനല്ലാതെ ആരും നമ്മുടെ ശരീരത്തിൽ തൊടില്ല. പക്ഷെ ഇപ്പോഴത്തെ ചെറുബാല്യക്കാര്, പെങ്കിടാങ്ങളും കൊച്ചു തമ്പ്രാക്കന്മാരും ഒക്കെ മോശമാണെന്ന് പറയുന്നു. ചിരിതയ്ക്കാണെങ്കിൽ പേടിയാണ്, അയാൾ ഇനിയും വരും എന്നാണ് ചിരിതയുടെ പേടി. അപ്പോൾ അവിടെ കോരൻ കൊട്ടിൽ വയ്ക്കാൻ വേണ്ടി കുടിൽ വയ്ക്കാൻ മുളയും എല്ലാം വാങ്ങി. അപ്പോൾ ഒരു ബലമില്ലാത്ത കൊട്ടിലേക്ക് മാറാൻ അവൾ വിസമ്മതിച്ചു. അവൾ വരുന്നില്ല തീർത്തു പറഞ്ഞു. കോരന് ദേഷ്യം വന്നു. അപ്പോൾ അങ്ങനെ അറയും വരെയൊക്കെ ഉണ്ടാക്കി അതിനകത്ത് വയ്ക്കാൻ ഇവിടെ എന്താ നിധി ഉണ്ടോ എന്നാണ് അവൾ ചോദിക്കുന്നത്. അപ്പോൾ എന്നാണ് അവൻ ചോദിക്കുന്നത്. പാടത്തിന് നടുക്ക് വെള്ളപ്പൊക്കത്തിൽ വന്ന് മുതല വന്നാൽ പിടിച്ചോണ്ട് പോകുമെന്നാണ് അവൾ പറഞ്ഞത്. പിന്നെ മുതല ആളുകളെ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞ് അവനത് അവളുടെ ശാഠ്യത്തെ അങ്ങ് മറക്കുകയാണ് ചെയ്തത്. പക്ഷേ മറിയ പറഞ്ഞു, പെണ്ണുങ്ങൾ അടച്ചുറപ്പുള്ളതിൻ്റെ അകത്തെ കിടക്കാവൂ എന്ന് പറഞ്ഞു. അപ്പൊ അവള് പറയുന്ന പോലെ കുടിലൊന്ന് നന്നാക്കണമെങ്കിൽ വീണ്ടും ഔസേപ്പിൽ നിന്ന് കടം വാങ്ങണം. അപ്പൊ കോരൻ ഔസേപ്പിനെ കണ്ട് വീണ്ടും 10 രൂപയും 10 രൂപയ്ക്ക് ഓലയും മുളയും ഒക്കെ വാങ്ങി. അപ്പോൾ ഈ 20 രൂപ മേടമാസത്തിൽ നിന്റെ ആദായത്തിൽ നിന്ന് പിടിക്കും എന്നാണ് ഔസേപ്പ് പറഞ്ഞത്. അപ്പൊ നല്ല ദിവസം നോക്കി ചിരിതയും കോരനും പത്രോസിന്റെ വീട്ടിൽ നിന്ന് അവരുടെ കൊട്ടിലേക്ക്, ചാത്തനാണല്ലോ പത്രോസായി മാറിയത്, പിന്നീട് ക്രിസ്തുമതം സ്വീകരിച്ച്. അപ്പൊ അങ്ങനെ കരക്കാരെ അറിയിച്ചു. കരക്കാർ വന്നാൽ അവർക്ക് ആഹാരം കൊടുക്കണം. അതിന് വേണ്ട പണമില്ല. അപ്പൊ അതിന് വീണ്ടും വേലക്കടം വാങ്ങാൻ തീരുമാനിച്ചു. ആ കിടാത്തിന്, അപ്പൊ ഇവന്റെ മേലിൽ ഒരു ആരോപണം വന്നു. അതായത് കോരന്റെ മേലിൽ വന്ന ഒരു ആരോപണം, ആ കിടാത്തിന് കടം മേടിക്കാനെ കൊണ്ട് ഒരു മടിയില്ലാതെ ചെന്ന് കടം വാങ്ങും എന്നൊരു ആരോപണം അവന്റെ പേരിലുണ്ടായി. പക്ഷേ പുഷ്പവേലിൽ ഔസേപ്പ് അവന് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അവൻ എത്ര കടം വാങ്ങാനും തയ്യാറാണ്. അപ്പോൾ അവൾക്ക് സങ്കടമായി. ഇത് എന്നാ ഭാവിച്ചാണ് ഇത് മേടിക്കുന്നതെന്ന് ചോദിച്ചു. കടം വാങ്ങിച്ചാൽ കൊടുക്കണ്ടേ. അപ്പോൾ അയാള് എന്തായാലും കരക്കാർക്കൊക്കെ സദ്യ കൊടുത്തു. അവരുടെ ആ വീട് മാറ്റം ഗംഭീരമായി. അന്ന് അവരുടെ പ്രണയം അവിടെ പൂത്തുലയുകയാണ്. തനിക്കൊരു കുഞ്ഞിനെ വേണം എന്നുള്ളൊരാഗ്രഹം അവള് 16-ാം അധ്യായത്തിൽ കോരനോട് പറയുന്നു. അടുത്ത 17-ാം അധ്യായമാണ്. 17-ാം അധ്യായത്തിൽ പുഷ്പവേലിൽ ഔസേപ്പിന്റെ 1 ഏക്കർ
നിലം നികത്തി പുരയിടമാക്കാനുണ്ട്. പ്രധാനപ്പെട്ട ജോലി അതാണ്. അപ്പോൾ ഓരോ വേലക്കാരനൊരു വള്ളവും കൊടുത്ത് ആ വലിയ ജോലി ആരംഭിച്ചു. അപ്പോൾ ഇത് കോരന് അന്നത്തെ അത്താഴത്തിന് അരിയില്ല. അവന്റെ വീട്ടിൽ 1 മണി അരിയില്ല. അപ്പോൾ ഇവൻ കൂലി വാങ്ങാൻ ചെന്നപ്പോൾ പറഞ്ഞു, എനിക്ക് ചക്രം വേണ്ട, അരി മതി, നെല്ല് മതി എന്ന് പറഞ്ഞു. അത് ഔസേപ്പ് അവനെ അതിശയിച്ച്, നെല്ലില്ല വിശ്വാസികൾ, നെല്ലൊക്കെ കിട്ടുന്ന വിലയ്ക്ക് കൊണ്ട് വിൽക്കാനാണ്. അല്ല തമ്പ്ര, എനിക്ക് അത്താഴ കാടിക്കാണ് എന്ന് പറഞ്ഞാൽ അത്താഴത്തിനുള്ള കഞ്ഞിക്കാണെന്നാണ് പറഞ്ഞത്. അപ്പം മറ്റു വേലക്കാരെല്ലാം പോയി. കോരൻ അവിടെ നിന്നുകൊണ്ട് പ്രയോജനമില്ലെന്ന് മനസ്സിലായി. അവൻ വള്ളവും കൊണ്ട് എവിടെന്നെങ്കിലും നെല്ല് വാങ്ങാനായിട്ട് നടക്കുകയാണ്. അപ്പോൾ രാത്രിയുടെ മറവിൽ അവൻ ഒരുപാട് വ്യാപാരങ്ങൾ കണ്ടു. അതായത് ഓരോരോ വലിയ വീടുകളുടെ അടുത്ത് വലിയ കപ്പൽ പോലത്തെ വള്ളങ്ങൾ അടുക്കുന്നു. അവിടെ നിന്ന് നെല്ല് രഹസ്യമായി കൊണ്ടുപോകുന്നു. അപ്പോൾ രാത്രിയിൽ കാണുന്ന ഈ ഒരു കച്ചവടം പരസ്യപ്പെടുത്തിയാൽ എന്തെന്ന് അവൻ ചിന്തിച്ചു. പക്ഷേ നാളെ മുതൽ തൻ്റെ ഒപ്പം വരേണ്ട ജോലിക്കാർ പോലും തന്നെ തള്ളിപ്പറയുമെന്ന് മനസ്സിലായി. അവൻ പാതിരാത്രിയായപ്പോൾ അവൻ നാഴി അരിയും കപ്പയുമായിട്ട് കുടിലിൽ ചെന്നു. അപ്പോൾ അവൾ പേടിച്ച് വാതിലൊക്കെ കെട്ടി അടച്ചിരിക്കുകയാണ്. വള്ളം അടുത്ത് ശബ്ദം കേട്ട് കോരനാണെന്ന് മനസ്സിലാക്കി അവൾ വാതിൽ തുറന്നു. അങ്ങനെ പാതിരായ്ക്ക് ശേഷമാണ് അവർ ആഹാരം കഴിക്കുന്നത്. എന്നാൽ അല്പം ഭക്ഷണം പോലും കഴിക്കാതെ അവൻ കിടക്കുകയാണ്. വയറിനൊരു കമ്പിതമെടി എന്നാണ് പറഞ്ഞത്. എൻ്റെ വയറിനൊരു വിറയിലെന്ന് പറഞ്ഞു. അപ്പം ചിരിതയ്ക്ക് മാശിയുണ്ട്. അവസാനം അവളുടെ പ്രേരണ കൊണ്ട് കോരൻ വശപ്പെട്ടു പോയി. ഒരു ചട്ടിയുടെ ഇരുവശമായി ഭാര്യയും ഭർത്താവും ഇരുന്നു. അടുപ്പിലെ എരുതിയുടെ വെളിച്ചത്തിൽ അവർ കഞ്ഞി കുടിച്ചു തുടങ്ങി. അവൾ പറഞ്ഞു, ഇത് കഞ്ഞി കുടിക്കുന്ന ഭാവമേ ഉള്ളൂ, അല്ല. അവൾ ഒരു അംശം അതിൽ നിന്ന് മാറ്റി വെച്ചിരുന്നു. ഇടി കള്ളിപ്പോൾ അത് അവർ ആഹാരം കഴിച്ചു. അപ്പോൾ അന്നത്തെ കഞ്ഞിയിൽ നിന്ന് രാവിലത്തേക്ക് അവൾ കുറച്ച് മാറ്റി വെച്ചിരുന്നു. അപ്പോൾ അവൻ കള്ളി നീ ഇത് ഒളിച്ചു വെച്ചിരുന്നു എന്ന് പറഞ്ഞ് അവളുടെ താടിയിലൊന്ന് കുത്തി. അപ്പൊ ഇനി നാളെ ഉച്ചതിരിഞ്ഞല്ലയോ കഞ്ഞി കിട്ടുന്നത്, അതുകൊണ്ട് രാവിലെ ഇതൊന്ന് മോന്തിക്കൊണ്ട് പോവാനാണ് അവൾ പറഞ്ഞത്. അപ്പൊ അന്ന് അവന്റെ ആ ബലിഷ്ഠമായ ശരീരത്തോട് ചേർന്ന് കിടന്നുറങ്ങിയപ്പോൾ അവൾക്ക് ഒരു ഭയവും തോന്നിയില്ല. പിറ്റേന്ന കാലത്ത് വീണ്ടും വഴക്കായി. കാരണം അവൾ ഒട്ടും കഴിക്കാതെ അവൻ ഈ കഞ്ഞി കൊടുത്തെന്നുള്ളതായിരുന്നു വഴക്ക്. നെല്ലിന് വേണ്ടി അവൻ അന്നും വാദിച്ചു. അവന് 1 രൂപ കൂലി കിട്ടി. അവൻ തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ അവന്റെ വീട്ടിൽ അവൻ കണ്ടൊരു കാഴ്ച, മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിലിരുന്ന് കോരനും അവന്റെ അപ്പനും കൂടെ, ചിരിതയും അവന്റെ കോരന്റെ അപ്പനും കൂടെ ഇരുന്ന് സംസാരിക്കുന്നു. ചിരിത അയാൾ മോളെ എന്ന് വിളിക്കുകയാണ്. അത് അവന്റെ കണ്ണിനെ തണുപ്പിച്ച ഒരു കാഴ്ചയായിരുന്നു. അവർ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ചു. ആ വൃദ്ധന്റെ ശരീരം മുഴുവൻ നീര് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അയാൾ അങ്ങ് വീഴാൻ പോയി. അപ്പോൾ അവൻ ചോദിക്കുകയാണ്, എന്നാ അച്ഛൻ മേലൊക്കെ നീരാണോ? മോനെ അധിക നാളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അരിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചിട്ട് ദിവസം 10ആയി. കപ്പ തന്നെ കപ്പ, അതാണ് ഈ വിളർച്ച. അവിടെ എങ്ങ് നെല്ല് കണി കാണാനില്ല. കൊള്ളാൻ വെളിയിൽ കാണിക്കത്തില്ല. രാത്രിയാകുമ്പോൾ 7 രൂപയെ വില. അപ്പൊ അഴിഞ്ഞുപോയത് ഓർത്ത് ആരെടുത്തു? വൃദ്ധൻ കൊടുത്തു. പിതാവിനെ നോക്കിക്കൊണ്ടിരിക്കെ കോരന്റെ കണ്ണ് നിറഞ്ഞു. ഇങ്ങനെ ഇരുന്ന ആളാണ്. നിറഞ്ഞ ആരോഗ്യവും ആനയുടെ കരുത്തും ഉണ്ടായിരുന്നു. ഇന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കരുത്തില്ല. അപ്പൊ അവന്റെ ഒരു അപരാധ ബോധം തോന്നി. തെറ്റ് ചെയ്തെന്നുള്ള ബോധം കോരന്റെ ഹൃദയത്തെ വേദനിപ്പിച്ചു. അതായത് അന്ന് കല്യാണ ദിവസം ഉണ്ടായ തർക്കത്തിലാണ് എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയല്ലോ. അതിന്റെ കൂടെയാണ് പിതാവിനെ ഉപേക്ഷിച്ച് സുഖം തേടി താൻ പെണ്ണുമായിട്ട് മറുനാട്ടിലേക്ക് പോകുന്നത്. അപ്പൊ ഈ വൃദ്ധന്റെ കൂടെ താമസിച്ചിരുന്നെങ്കിൽ അയാളുടെ അവസ്ഥ എങ്ങനെ ആവില്ല എന്നവൻ ചിന്തിച്ചു. എന്നിട്ട് അയാളുടെ അച്ഛനെ കുറിച്ച് ചിന്തിക്കുകയാണ്. പണ്ട് പുഞ്ചപ്പാടത്തിൽ കൂടെ ഈ വൃദ്ധൻ ഒരു സ്ഥലത്തുനിന്ന് കൂകി വിളിച്ച് അങ്ങ് അറ്റം വരെ കേൾക്കുമായിരുന്നു. അത്രയും ശാരീരിക ശക്തിയുള്ള ഒരു മനുഷ്യനായിരുന്നു. ഇപ്പോൾ അവസാന നാളുകൾ പോക്കാനായിട്ട് തൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു അപ്പനെ കുറിച്ച് കോരൻ പറയുന്നത്, ഒരുപാട് നെല്ല് കൃഷി ചെയ്തിരുന്ന ഒരു കോടീശ്വരന്റെ വേലക്കാരനായിട്ട് 8 വയസ്സിൽ വന്നതാണ് ഈ അച്ഛൻ. അതിനുശേഷം ആ കോടീശ്വരൻ ക്ഷയിക്കുകയും പിന്നെയും താഴുകയും ഉയരുകയും ഒക്കെ ചെയ്തു. അപ്പൊ ഈ 62 വയസ്സിനിടയിൽ എത്ര കോടി നെല്ലാണ് ഈ വൃദ്ധൻ ഉണ്ടാക്കിയിരിക്കുന്നത്, എത്ര ഉദരം നിറച്ചു. പക്ഷെ അവസാന നിമിഷങ്ങൾ അദ്ദേഹം വളരെ വിഷമിച്ചാണ് കഴിയുന്നതെന്ന് കോരൻ ചിന്തിക്കുന്നു. അപ്പം വൃദ്ധൻ കോരനോട് ചോദിക്കുകയാണ്, മകനെ നിങ്ങൾക്ക് ഇവിടെ നെല്ല് കൂലിയില്ലേ? അപ്പൊ ഇല്ല അച്ഛൻ, ഇവിടെ വെളിയിൽ കാണിക്കത്തില്ല. അപ്പൊ ഞാനിപ്പോ നാഴി അരി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അച്ഛന് വല്ലതും കൊടുത്തോന്ന് ചിരിതയോട് ചോദിച്ചപ്പോൾ അവള് ചിരിച്ചോണ്ട് പറഞ്ഞു, ഞാനൊരു മുറ നെയ്ത് വെച്ചിരുന്നു, അത് വിറ്റ് കിട്ടിയ പണം കൊണ്ട് അല്പം അരി വാങ്ങി അത് വെച്ച് ഞങ്ങൾ കഞ്ഞി കുടിച്ചു. അപ്പൊ വൃദ്ധൻ അതിനെ എതിർക്കുകയാണ്. അതായത് ഞങ്ങൾ കുടിച്ചു എന്ന് പറയുന്നത് ശരിയല്ല, ഞാൻ കോരി തന്നു. ഇത് കേട്ടപ്പോൾ ചിരിത കൃതകൃത്യയായി, അവള് സംതൃപ്തയായി. അപ്പൊ എങ്ങനെ കൊഴുത്ത് ചക്കൻ കുറ്റി പോലെ ഇരുന്ന പെണ്ണാണ്, അവൾ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് അയാൾ പറഞ്ഞു. അപ്പൊ കല്യാണത്തിന് മുമ്പ് അവളെ തടിച്ചു കൊഴുത്തിരുന്നതാണെന്ന് കോരൻ പറഞ്ഞു. അപ്പൊ കോരൻ പറഞ്ഞു, അവളുടെ സ്വഭാവം വേറെയാണ്, അവൾ മറ്റുള്ളവരെ തീറ്റുകയും എന്നിട്ട് അവൾ ഉണങ്ങുകയും, എനിക്ക് ചീത്തപ്പേരുണ്ടാക്കരുതെന്ന് ഞാനും പറയും. അതെ ഏൻ അതിൽ നിന്ന് കണ്ടെന്ന് വൃദ്ധൻ പറഞ്ഞു. അപ്പൊ അതൊന്ന് അവന്റെ ജീവിതത്തിലെ ഒരു അവിസ്മരണീയമായ മറക്കാനാവാത്ത ദിവസമായിരുന്നു. കാരണം അവന്റെ അച്ഛൻ അവന്റെ അടുക്കൽ വന്നു. അച്ഛന് അരിയിട്ട ആഹാരം, അരി കഞ്ഞി, അല്ലെങ്കിൽ അവനന്ന് കഞ്ഞി കൊടുക്കാൻ കഴിഞ്ഞു. അപ്പൊ പിറ്റേന്ന് കാലത്തേക്ക്
കുറച്ച് പിന്നെ കഞ്ഞി വെച്ചിരുന്നു. കോരൻ അത് എതിർത്തില്ല. അപ്പോൾ അവൻ അന്നും നെല്ല് കൂലിയായിട്ട് കിട്ടണം. അപ്പോൾ തലേന്നാൾ ഇവരുടെ പലരുടെയും വീടുകളിൽ കഞ്ഞി വെച്ചില്ല. അപ്പോൾ എല്ലാവരും അതിനോട് യോജിച്ചു. ഔസേപ്പ് മാപ്പിള നെല്ലും പുല്ലും ഇല്ല എന്ന് പറഞ്ഞവരെ ദേഷ്യപ്പെടുന്നുണ്ട്. ആരും ആ പൈസ എടുത്തില്ല. അപ്പോൾ ഞാൻ എല്ലാത്തിനെയും പറഞ്ഞേക്കാം, നാളെ എല്ലാം കൂടെ ഇറങ്ങിപ്പൊയ്ക്കോണം. പട്ടിണി കിടക്കുമ്പോൾ ജോലി ഉണ്ടാക്കി ചെലവിന് തരുന്നവരെ ധിക്കാരമാണോ എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് പേരൊക്കെ ആദ്യം പോയി ശമേൽ അപ്പുലേനാണ് എടുത്തത്. പിന്നെ ബാക്കിയുള്ളവരും പോയി പണം എടുത്തു. അങ്ങനെയാണ് 17-ാം അധ്യായം തീരുന്നത്. 18-ാം അധ്യായത്തിൽ കുട്ടനാട്ടിൽ നെൽകൃഷി ഇല്ലാതെ, നെൽക്കൂലി കിട്ടാതെ എല്ലാവർക്കും. അപ്പോൾ അത് കൃഷിക്കാരെല്ലാവരും കൂടെ ഒരുമിച്ച് യോജിച്ചെടുത്ത തീരുമാനമായിരുന്നു. അപ്പോൾ കൃഷിക്കാർ ഇങ്ങനെ യോജിച്ച് നെൽക്കൂലി കൊടുക്കുന്നില്ലെന്ന് തീരുമാനം എടുക്കുമ്പോൾ നമ്മളും അങ്ങനെ യോജിച്ച് നിൽക്കണമെന്ന് മറ്റുള്ളവർ ചിന്തിച്ചു. അങ്ങനെ അവിടെ ഒരു യുവാവ്, നരേന്ദ്രൻ എന്നുള്ള പേരിൽ ഒരു യുവാവ്, ഒരു യുവാവുണ്ട്. അവൻ ഈ ഒരു സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതാണ്. അവൻ്റെ അധ്യക്ഷതയിൽ ഒരു മീറ്റിംഗ് കൂടി. അപ്പോൾ ഇതിനകത്ത് പിന്നെ ഈ ഇവരുടെ മനസ്സിന്റെ ശക്തിയെ ഉണർത്തുന്ന ഈ യോഗങ്ങളെ കുറിച്ച് ഓർത്ത് മേലാളന്മാർ ചിരിച്ചു. പക്ഷെ എന്തായാലും ആ താലൂക്കിലെ പ്രമുഖനായ സ്റ്റേറ്റ് കോൺഗ്രസ്സുകാരൻ്റെ വീട്ടിൽ നിന്ന് രാത്രി നെല്ല് വാങ്ങി നിറച്ച വള്ളം ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത പറയരും പുലരും കൂടെ പിടിച്ചു. അങ്ങനെ പാവപ്പെട്ടവർ ഒന്നിച്ചപ്പോൾ അതൊരു ശക്തിയായി മുന്നിലേക്ക് വന്നു. അപ്പോൾ കൂലി സൗജന്യമല്ല എന്നൊരു വർത്തമാനം അവിടെയായി. അതൊരു വലിയ മത്സരത്തിന്റെ തുടക്കമാണെന്ന് കോരന്റെ അച്ഛന് മനസ്സിലായി. കോരനാണ് ഇതിന്റെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. അപ്പൊ വൃദ്ധൻ ആ ചെറുപ്പകാലത്ത്, അയാളുടെ ചെറുപ്പകാലത്തെ കുറിച്ച് ഓർത്ത്, അന്ന് നിലത്ത് കൃഷി ചെയ്യുന്നതിന്റെ ഒരു വീതം വേലക്കാരനും ഉണ്ട്. വേലക്കാരനും അവന്റെ കുടുംബവും കൃഷിക്കാരന്റെ കുടുംബത്തിന്റെ ഭാഗമായിരുന്നു. അപ്പോൾ അത് എന്ത് ഭേദമായിരുന്നു ആ കാലമെന്ന് അയാൾ അപേക്ഷിക്കുന്നു, അയാൾ ചിന്തിക്കുന്നു. പിന്നെ അയാൾ പറഞ്ഞു, കോരൻ അപകടം വരരുത്, അവൻ അപകടം വരുന്നതിന് മുമ്പ് മരിക്കണം എന്നും ആണ് വൃദ്ധൻ ചിന്തിക്കുന്നത്. എൻ്റെ മോനൊന്നും വരല്ലേ എന്ന് അയാൾ എന്നും പ്രാർത്ഥിക്കും. ഒരു ദിവസം നല്ല സദ്യവട്ടത്തിൽ അയാൾ ഉണ്ടു. ഒരു ദിവസം ഒരു നല്ല സദ്യ അയാൾ കഴിച്ചു. എല്ലാ ദിവസവും ഒരു നേരമെങ്കിലും അയാൾക്ക് ചോറുണ്ട്, പിന്നെ മുറുക്കാനുണ്ട്, പിന്നെ സ്ഥലത്തുള്ള ഒരു വൈദ്യനെ കൊണ്ട് അയാളെ ചികിത്സിപ്പിക്കുന്നുമുണ്ട്. അപ്പം അന്ന് കോരനൊരു ദൂരെയുള്ള ഒരു വീട്ടിലേക്ക് പോകണമായിരുന്നു. അന്നൊരു കല്യാണമുണ്ട്. അപ്പോൾ രാത്രി അവനില്ലാതെ കഴിയുന്നത് ചിരിതയ്ക്ക് ഭയങ്കര പേടിയാണ്. പിന്നെ ഈ വൃദ്ധനാണെങ്കിൽ സഹായത്തിനൊന്നും കൊള്ളില്ല, ഒരു കൂട്ടിന് മാത്രമേ കൊള്ളാവൂ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് രാത്രിയായപ്പോൾ അയാൾ സംസാരിക്കുന്നത് നിർത്തി. പിന്നെ അയാളുടെ ഒരു മരണവെപ്രാളം കാണിക്കാൻ തുടങ്ങി. ചിരിത വിളിച്ചിട്ട് അയാൾ മിണ്ടുന്നില്ല. അങ്ങനെ അവൾ തനിച്ച് അവൾ സ്നേഹിച്ച അവളുടെ അമ്മാവൻ്റെ അടുക്കൽ അവൾ രാത്രി മുഴുവൻ ആ ശവത്തിന് കാവലിരിക്കുകയാണ്. അപ്പോൾ കോരൻ വന്നു. കോരന് തൻ്റെ അച്ഛൻ്റെ മരണസമയത്ത് അടുത്തുണ്ടാകാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇനി ഇതിൻ്റെ ഈ ശവശരീരം, കോരൻ്റെ അച്ഛൻ്റെ ശവശരീരം കുഴിച്ചിടണം. അപ്പോൾ പുഷ്പവേലിയിൽ ഔസേപ്പിൻ്റെ അടുത്ത് ആൾതാമസം ഇല്ലാത്ത ഒരു പൊങ്ങിയ സ്ഥലമുണ്ട്, അവിടെ ചെന്ന് ചോദിച്ചു. പക്ഷെ ഔസേപ്പ് അനുവാദം കൊടുത്തില്ല. അപ്പോൾ ഇപ്പോൾ ഇനി കോരൻ മതം മാറാമെങ്കിൽ പള്ളിയിലെ സെമിത്തേരിയിൽ അനാഥരെയൊക്കെ കുഴിച്ചിടുന്ന ആ സ്ഥലത്ത് അവിടെ ഈ കിഴവനെയും കുഴിച്ചിടാമെന്ന് പറഞ്ഞു. അപ്പോൾ കോരൻ പറഞ്ഞു, ആരും ഒന്നും കുഴിച്ചിടാൻ സ്ഥലം അന്വേഷിക്കേണ്ട, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. കോരൻ ഒരു വള്ളം എടുത്ത് പോയിട്ട് ഒരു വലിയ കല്ലുമായിട്ട് തിരിച്ചു വന്നു. എന്നിട്ട് ഈ ശവശരീരം പാവ് കൊണ്ട് മൂടി ആ കല്ലിൽ കൂട്ടിക്കെട്ടി. ആ കല്ലും പത്രോസ് കൂടെ അവൻ്റെ വള്ളത്തിൽ കയറി ആ ഒരു ആറ്റിൻ്റെ നടുവിലെത്തിയപ്പോൾ കൂട്ടിക്കെട്ടിയ കല്ലും ആ ശവശരീരവും കൂടെ വെള്ളത്തിലേക്ക് താഴ്ത്തി വിട്ടു. അങ്ങനെ ആ 62 വർഷം ജോലി ചെയ്ത ആ ഒരു വൃദ്ധൻ്റെ ജീവിതം ഒരു 6 അടി മണ്ണ് കിട്ടാതെ ആ വെള്ളത്തിൽ അവസാനിക്കുകയാണ്. അവിടെയാണ് ഈ അധ്യായം തീരുന്നത്. നമ്മൾ മൂന്നാം ഭാഗത്തിലേക്ക് പോകണം. അതിൽ 19-ാം അധ്യായത്തിലേക്ക് പോവുകയാണ്. 19-ാമത്തെ ചാപ്റ്ററിൽ നിയമസഭയിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. നിയമസഭയിലെ തെരഞ്ഞെടുപ്പ് വന്നു. അപ്പോൾ വീണ്ടും കുറച്ചുകൂടെയൊക്കെ ആൾക്കാർ ഒന്നിക്കാനും കൂലിക്ക് വേണ്ടിയൊക്കെ സംസാരിക്കാനും ഒക്കെ തുടങ്ങി. അഴിമതി കഥകളെ കുറിച്ചൊക്കെ എല്ലാവരും ചിന്തിക്കാൻ തുടങ്ങി. അപ്പോഴും ചിരിത ചിന്തിക്കുന്നത്, ഇവിടെ കൂലി ഇപ്പോൾ എന്തായാലും അവിടെ ദിവസവും 2 കൂലി കൊടുക്കുന്നുണ്ട്. സർക്കാർ നിരക്ക് വെച്ചുള്ള അതൊരു വലിയ സമരം തന്നെയായിരുന്നു. അപ്പോൾ ഒന്നിച്ചുകൂടി ഇവർ സംഖ്യാബലം ഉണ്ടായപ്പോൾ സർക്കാർ നിരക്ക് വെച്ചുള്ള പണം എന്നുള്ള രീതിയിൽ കൂലി ഇവർക്ക് കൃത്യമായി കിട്ടിത്തുടങ്ങി. അപ്പോൾ ആ യൂണിയന്റെ ജീവനാഡിയാണ് കോരൻ. അവന് കുട്ടനാട്ടിലെ കൃഷിക്കാരുടെ ഇടയിൽ നല്ലൊരു സ്ഥാനം ലഭിച്ചു. അപ്പോൾ
ഈ ആവേശത്തോടെ അവൻ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവളുടെ മനസ്സ് വീണ്ടും പിടയുകയാണ്. കാരണം എത്രയോ പെൺകുട്ടികളാണ് ഇവരുടെ ചാരിത്രം നഷ്ടപ്പെടുന്നത് എന്നുള്ള കാര്യം അവൾ ഓർക്കുന്നു. പക്ഷേ അക്കാര്യം പുരുഷന്മാരുടെ ചെവിയിലെത്തിയാൽ ആണുങ്ങളെ അറിയിക്കരുത് എന്ന് മറിയ പറഞ്ഞിട്ടുണ്ട്. അത് കുട്ടനാട്ടിലെ സംസ്കാരത്തെ തന്നെ അത് ബാധിക്കുകയും പിന്നീട് പെണ്ണിന്റെ ചാരിത്രം അപകടത്തിലെന്ന് അറിഞ്ഞാൽ ഇവരുടെ ഈ കരുത്ത് എങ്ങനെ തിരിയും എന്നറിയില്ല. അതുകൊണ്ട് തന്നെ അവൾ ആ വിഷമങ്ങൾ ആണുങ്ങളെ അറിയിക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇങ്ങനെ തമ്പ്രാക്കന്മാരിൽ നിന്ന് പീഡനങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകളെ അവൾ കാണാൻ അല്ലെങ്കിൽ അവരുടെ കഥകൾ കേട്ട് അങ്ങനെ സ്ത്രീകളുടെ ഒരു യോഗം ഉണ്ടാക്കിയാൽ കൊള്ളാമെന്ന് നമുക്ക് തോന്നി. പക്ഷെ അവളൊരു സ്ത്രീയാണ്, ഭാര്യയാണ്. പിന്നെ ഭർത്താവ് പിണങ്ങിയിരിക്കുന്നത് ഇപ്പോൾ തമ്പ്രാക്കന്മാരോടുമാണ്. അപ്പൊ തനിച്ചു പോകുമ്പോൾ അവനെ തല്ലിക്കൊന്ന ഒരാറ്റിൽ കെട്ടിത്താഴ്ത്തിയത് എന്ത് ചെയ്യും? കോരനെ തനിച്ച് വിടുകയില്ല അവൾ പുറത്ത്. തനിച്ച് പോയിട്ട് വന്നാൽ അവൾക്ക് വരാൻ താമസിക്കുകയാണെങ്കിൽ അവൾക്ക് വളരെ വിഷമമാണ്. ഇങ്ങനെയാണ് 19-ാമത്തെ അധ്യായം തീരുന്നത്. 20 അപ്പോൾ ഒരു ദിവസം ചിരിത പുഷ്പവേലിയിൽ ഔസേപ്പിന്റെ അടുത്തേക്ക് പോയി. അന്ന് തമ്പുരാൻ ഒരുപാട് ദേഷ്യപ്പെട്ടു, അതായത് കോരനോട് ദേഷ്യപ്പെട്ടു. പാവപ്പെട്ട പറയനെയും പുലയനെയൊക്കെ ഇളക്കി വിട്ട് വഴിതെറ്റിക്കുന്ന നീയാണല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ വീട്ടിൽ വന്നപ്പോ നീ പേടിച്ചു പോയെന്ന് കോരൻ ചോദിച്ചു. അപ്പൊ അവള് പറഞ്ഞു എനിക്ക് പേടിയാണ്. അപ്പൊ ആ ഒരു വാചകം ഉത്കണ്ഠ അവന് മനസ്സിലായില്ല. ചിരിത എന്നെ കൊന്നാലും ശരി, ഞാൻ മരിച്ചാലും ശരി, അവസാന ശ്വാസം വരെ ഞാൻ ഇതാണ് കരുതുന്നത്. കാരണം ഇനി നമ്മുടെ കുലത്തിലെ പിള്ളേരിങ്ങനെ കഷ്ടപ്പെടരുത്. അപ്പൊ ആ നിശ്ചയം കൊണ്ട് അവൾക്ക് മനസ്സിലായി എന്താണ് കോരന്റെ ഇതെന്ന്. അപ്പോൾ കോരൻ എന്താണ് ചെയ്യാൻ പോകുന്നത്. അവ പറഞ്ഞു എനിക്കൊരു സങ്കടമുള്ളൂ, എന്നെ കെട്ടുമ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരുത്തനാണെന്ന് നീ ചിന്തിച്ചിരുന്നു. അപ്പൊ യൂണിയനിൽ ചേർന്നാല് ചിലപ്പോൾ ചാകും, ജോലി പോവും. അപ്പോൾ അങ്ങനെ ആ ഒരു തെറ്റ് എനിക്ക് പറ്റി, കാലിൽ കെട്ട് വീണ പോലെ എനിക്ക് തോന്നുന്നു. അപ്പോൾ അവൾക്ക് പെട്ടെന്ന് മറുപടി പറഞ്ഞു ഞാൻ ഒന്നിനും തടസ്സമല്ല, എവിടെ പോയാലും ഞാൻ ഒരു ചുമടായിരിക്കില്ല, നിങ്ങൾ എവിടെ വേണമെങ്കിലും പൊയ്ക്കോളൂ. അപ്പോൾ എനിക്കത് വിഷമമാണ്, കെട്ടിയ പെണ്ണിനെ ഞാൻ കഷ്ടപ്പെടുത്തുകയാണെന്ന് പറഞ്ഞു. നിനക്ക് ഞാൻ അന്ന് കെട്ടിയില്ലായിരുന്നെങ്കിൽ വേറെ വല്ലവരും നിന്നെ കെട്ടിയേനെ എന്നാണ് പറഞ്ഞത്. അത് കേട്ടപ്പോൾ അവൾക്ക് പേടിയായി. ഭർത്താവ് പറയുന്ന അവളെ കെട്ടണ്ടായിരുന്നു, അവൾക്ക് എങ്ങനെ സഹിക്കാൻ പറ്റി? എന്താണ് ഈ പറയുന്നതെന്ന് അവള് ചോദിക്കുന്നു. അതല്ല, നീ ഇന്ന് ഇങ്ങനെ എന്നും എനിക്ക് നിനക്ക് ആഹാരം തരാൻ പറ്റിയില്ലെങ്കിലോ, ഇല്ലാത്തപ്പോൾ ഞാൻ പട്ടിണി കിടക്കും എന്നാണ് പറഞ്ഞത്. അപ്പോഴേക്കും അവള് പെട്ടെന്ന് പെണ്ണുങ്ങളുടെ യോഗത്തിന്റെ കാര്യം അവനോട് പറയുകയാണ്. ഞാൻ പെണ്ണുങ്ങളുടെ ഒരു യോഗം വിളിച്ചു കൂട്ടാൻ പോവുകയാണ്, അപ്പൊ പെണ്ണെ ഭ്രാന്ത് പറയാതെ എന്ന് അയാള് പറഞ്ഞു. അപ്പൊ ചിരിതയ്ക്ക് സങ്കടം വന്നു. ചിരിതയുടെ മനസ്സിലെ പെട്ടെന്ന് ചിന്ത വന്നത് താൻ വല്ലവന്റെയും കൂടെ ഒക്കെ പോകാൻ ഭർത്താവ് നിർബന്ധിക്കുകയാണെന്നാണ് തോന്നിയത്. അപ്പൊ അവള് ചോദിച്ചു, അപ്പോ എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ലേ, നിങ്ങൾ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ അന്ന് രാത്രി മുഴുവൻ ചിരിതയോട് അവൻ യൂണിയന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് വിവരിച്ചു. കുട്ടനാട്ടിലെ കൃഷിക്കാർ മാത്രമല്ല രാജ്യം ഭരിക്കുന്നവരുകൂടെ ഈ യൂണിയനോടൊപ്പം ചേരും എന്നാണ് പറഞ്ഞത്. നമ്മൾ വോട്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു നമുക്ക് ജീവിക്കാനുള്ള കൂലി തരാമെന്ന്. അത് വെറുതെ ഈ മന്ത്രിമാര് ഈ സ്വത്തുകാരുടെ മച്ചമ്പിമാര് നമുക്ക് കിട്ടാനുള്ള നമ്മൾ പിടിച്ചു വാങ്ങണം. അങ്ങനെയാകുമ്പോൾ ജോലി കയറുകയും നമ്മൾ തല്ലുകൊണ്ട് ചാകുകയൊന്നും വേണ്ട. അപ്പൊ അവളുടെ മനസമാധാനം അന്നത്തോടെ കൃത്യമായി നഷ്ടപ്പെടുകയാണ്. കാരണം ഇനി എന്താണ് ഭാവി പരിപാടി എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. 21-ാം അധ്യായമാണ് അടുത്തത്. 21-ാം അധ്യായത്തിൽ കുട്ടനാട്ടിലെ കർഷകന്റെ വീണ്ടും ഈ ഒരു 21-ാം അധ്യായത്തിൽ അത് തന്നെയാണ് പറയുന്നത്. കർഷക തൊഴിലാളിയുടെ യൂണിയനെ കുറിച്ചാണ് പറയുന്നത്. ധിക്കാരമെന്നും മുട്ടാപ്പോക്കും അന്യായം എന്നൊക്കെ പലരും കൃഷിക്കാരെ കുറ്റപ്പെടുത്തി. അപ്പോൾ കൃഷിക്കാര് മേലാളന്മാർ ആലോചിക്കുന്നത് കൃഷിപ്പണി നീ പറയരെയും പുലയരെയും അങ്ങ് മാറ്റാം, അതിന് പകരം പാവപ്പെട്ട നായന്മാരെയും ക്രിസ്ത്യാനികളെയും ഈഴവരെയും കൃഷി പഠിപ്പിച്ചാലെന്തെന്ന് അവർ ചിന്തിച്ചു. അപ്പൊ തലമുറകളായി നിന്ന് വന്ന സാമൂഹ്യ വ്യവസ്ഥ മാറി വരികയാണ്. അപ്പൊ അന്നോളം ചോദ്യം ചെയ്യാൻ പാടില്ലാത്തതെന്ന് ചിന്തിച്ചിരുന്നതിനെയൊക്കെ അവർ ചോദ്യം ചെയ്യാൻ തുടങ്ങി. പലയിടത്തും പണി മുടങ്ങി. ചിലയിടത്ത് ആവശ്യപ്പെട്ട കൂലി കിട്ടാതെ വേലക്കാർ പിരിഞ്ഞു പോയില്ല. രാത്രിയിൽ ആ വീട്ടിൽ നിന്ന് മുദ്രാവാക്യങ്ങൾ വിളിച്ച് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ സർക്കാർ ഇതിനെതിരെ തൊഴിലാളിക്ക് സംഘടിക്കാനും അല്ലെങ്കിൽ വ്യവസ്ഥാപിത മാർഗങ്ങളിലൂടെ അവന്റെ ആവശ്യകതകൾ പരിഹരിക്കാനുള്ള ഒരു മാർഗം സർക്കാർ അവർക്ക് കൊടുത്തു. എന്നാൽ ഇപ്പോൾ അത് ഗവൺമെന്റിനെതിരായിട്ടുള്ള പ്രവർത്തനമാണെന്ന് ഗവൺമെന്റ് ചിന്തിക്കുകയും യൂണിയൻ പ്രവർത്തകരായ എല്ലാവരെയും കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. അപ്പൊ കോരൻ ഒളിവിലാണ്. പല പ്രാവശ്യം പോലീസ് അവനെ അന്വേഷിച്ചു വന്നു. പിന്നെ അവൾക്ക് പേടിയാണ്, തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കൊടുക്കണമെന്ന് തമ്പുരാൻ ഇപ്പൊ പറഞ്ഞിരിക്കുന്നു.
അപ്പോൾ തിരിച്ച് നാട്ടിൽ പോയ വേറൊരാളിനെ കെട്ടേണ്ടി വരും. അപ്പോൾ ഇനിയിപ്പോൾ ഈ ജന്മം അത് പറ്റില്ല. അപ്പോൾ രാത്രിയായപ്പോൾ ആറ്റിലൂടെ ഒഴുകി വന്ന് കോരൻ അവളെ വിളിച്ചു. ചിരിതയ്ക്ക് ആദ്യം അവളെ മനസ്സിലായി. ലേഡി ഞാനാണെന്ന് പറഞ്ഞപ്പോൾ വാതിൽ തുറന്നു. അവൻ ഒരാഴ്ച കൊണ്ട് നന്നായി ക്ഷീണിച്ചു പോയിരിക്കുന്നത്, എന്താണ് എല്ലാം കാണാമല്ലോ എന്ന് അവൾ പറഞ്ഞു. കഞ്ഞിയും വെള്ളവും വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇരിക്കുന്നു എന്നാണ് അവൻ പറഞ്ഞത്. ഇതെന്താ ഇങ്ങനെ അവളോട് അവൻ ചോദിക്കാൻ ക്ഷീണിച്ചിരിക്കുന്നു. അപ്പോൾ അവൾ പറഞ്ഞു എനിക്കിപ്പോൾ ചെറിയൊരു ദണ്ണമുണ്ട്, ഒരു അസുഖമുണ്ട്, 10 മാസം കഴിയുമ്പോൾ അത് പുറത്തു വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി. അവളെ കോരിയെടുത്ത് അവൻ ഒരു ചാട്ടം ചാടി എന്നിട്ട് നിലത്ത് നിർത്തി. വയറ് വീർക്കാനൊന്നും ആയില്ലല്ലോ, വീർത്ത് വന്നാൽ എവിടെ പെറും എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രശ്നം തമ്പുരാൻ വന്ന് ഇറങ്ങി കൊടുക്കണമെന്ന് പറഞ്ഞേക്കാം അവള് തല്ലിക്കൊല്ലും എന്നാണ് അവൾക്ക് പേടി. അവർ തല്ലിക്കൊന്നാലും നല്ലതാ, പറയാനും പറയാനും അതാ നല്ലതെന്ന് അവൻ പറഞ്ഞു. എന്നെ ഞാനിങ്ങനെ ചത്തുപോയാൽ നിങ്ങൾക്ക് ദുഃഖമില്ലേ എന്ന് പറയുന്നു. അത് വേറെ കാര്യമാടി, അത് പോട്ടെ, എനിക്ക് പോകണം. ചിലപ്പോൾ ആള് പുറകെ വരും. അവളുടെ കലം ഒരു രാത്രിയിൽ ഒഴികെ പതിവില്ല. അന്ന് കുറച്ച് കഞ്ഞിയും കപ്പയുണ്ടായിരുന്നു, അത് അവൾ വിളമ്പിക്കൊടുത്തു. കോരൻ കുടിച്ചു. 3-4 ദിവസത്തേക്ക് ചെലവിനെന്ന് പറഞ്ഞ് കുറച്ച് ചെമ്പ് തൊട്ടുകളും അവനെ ഏൽപ്പിച്ചു. 22-ാമത്തെ അധ്യായമാണ് അടുത്തത്. കോരൻ പോയി കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞാണ് വീണ്ടും വന്നത്. വന്നപ്പോൾ അവൻ വീണ്ടും പറയുന്നത് ഞാൻ എൻ്റെ ജീവിതം ഇടത്തെ തൊഴിലാളികൾക്ക് വേണ്ടി അർപ്പിച്ചു കഴിഞ്ഞു എന്നാണ്. ഒരു പെണ്ണിനെ കെട്ടിയിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്ന കാര്യം മാത്രമേ തനിക്ക് സങ്കടമുള്ളൂ എന്ന് പറഞ്ഞ് അവൻ്റെ തൊണ്ട ഇടറി. ഞാൻ പട്ടിണി കിടന്നോളാം, എൻ്റെ കൊച്ചിനെ ഞാൻ വളർത്തിക്കോളാം, ഞാൻ പ്രാർത്ഥിച്ചോളാം എന്നൊക്കെ അവള് പറഞ്ഞു. അവൻ്റെ തോളിൽ ശിരസ് ചേർത്ത് അവർ തമ്മിൽ ആശ്വാസം പകരുകയാണ്. ചിലപ്പോൾ വെടിവെച്ച് കൊന്നെന്ന് വരും, എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടെന്നും വരും. എന്നിട്ട് അവളോട് പറയണം, നിനക്ക് നമ്മുടെ ചാത്തനെ അറിയാലോ, നിന്നെ കെട്ടാൻ വേണ്ടി നേർച്ചയായിട്ട് നടക്കുകയായിരുന്നത്. ഇപ്പോഴും അവൻ കെട്ടിയിട്ടില്ല, ഈ ജന്മം കെട്ടത്തുമില്ലെന്ന് പറഞ്ഞ് നടക്കുക. അപ്പോൾ അവൾ തിരിച്ചു ചോദിച്ചത് അതിന് എന്നാണ്. അപ്പോൾ അവൻ നടുങ്ങിപ്പോയി. എനിക്ക് ചില നിശ്ചയങ്ങളെല്ലാം ഉണ്ട്. ഒരു നിമിഷത്തേക്ക് കോരനാണ് ഇപ്പോൾ ഞെട്ടിയത്. അപ്പോൾ അവളുടെ ആ ഒരു മുഖഭാവം കണ്ടിട്ട് അവളുടെ അടുത്ത് നിൽക്കാൻ കഴിയാതെ കോരൻ മാറിപ്പോയി. പോകുമ്പോൾ അവന് ഒരു പിടി വറ്റ് കൊടുക്കണം എന്നുണ്ടായിരുന്നു. അതും അതിന് മുമ്പേ അവൻ പോവുകയും ചെയ്തു. അപ്പോൾ കല്യാണ ദിവസത്തെ കുറിച്ച് അവൾ ഓർക്കുകയാണ്. അവന്റെ പ്രിയപ്പെട്ടവരെല്ലാം പിണക്കിയിട്ടാണ് അന്ന് അവളുടെ അച്ഛന്റെ വാശിക്ക് അവൻ കൂട്ടുനിന്നത്. അപ്പൊ പുഷ്പവേലിയിൽ ഔസേപ്പിന്റെ മകനാണ് പുഷ്പവേലിയിൽ ചാക്കോ. ചാക്കോയുടെ നോട്ടം അവൾ പെട്ടെന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. പേടിച്ചു പോയി അവൾ. പല വിധവും 10 മാസം കഴിഞ്ഞ് പ്രസവിച്ചാൽ പിന്നെ പേടിക്കാനില്ല. പക്ഷെ ആ 10 മാസം ചെലവഴിക്കേണ്ടത് എവിടെയാണെന്ന് അവൾ ചിന്തിച്ചു. അപ്പോൾ തന്റെ ഭർത്താവ് തന്നെ ഉപേക്ഷിച്ചു പോയോ എന്നാണ് അവൾ ചിന്തിക്കുന്നത്. കരഞ്ഞു കരഞ്ഞു ഉറങ്ങി പെട്ടെന്ന് ആരോ വിളിക്കുന്ന പോലെ നോക്കിയപ്പോൾ കണ്ണുനു മുമ്പ് കണ്ടത് ചാത്തനെയാണ്. അപ്പോൾ അവളുടെ മനസ്സിൽ പെട്ടെന്ന് എപ്പോഴും പ്രശ്നം ഉണ്ടായാലും ചാത്തനാണല്ലോ തനിക്കൊരു ഉപകാരത്തിന് വരുന്നതെന്ന് അവൾ ചിന്തിച്ചു. അങ്ങനെയാണ് 22-ാമത്തെ അധ്യായം തീരുന്നത്. ചില ദുരന്തങ്ങളിലേക്കാണ് നമ്മളെ കൊണ്ടുചെല്ലുന്നത്. പുഷ്പവേലിയിൽ ചാക്കോയെ കോരൻ അവന്റെ കുടിലിൽ വെച്ച് അടിച്ചു കൊല്ലുന്നു. കാരണം ഒരു രാത്രിക്ക് കോരൻ അവിടെ ചെല്ലുമ്പോൾ ചിരിതയെ ചാക്കോയുടെ ഒരു കൂട്ടുകാരനും ചാക്കോയും കൂടെ ചേർന്ന് ബലാത്കാരത്തിന് ശ്രമിക്കുകയായിരുന്നു. അവളുടെ വായിൽ തുണി വെച്ച് അടച്ചിരുന്നു. അപ്പൊ കോരൻ അവിടെ വെച്ച് പിടികൊടുത്തില്ല. അധികം ദിവസങ്ങൾക്ക് മുമ്പ് അവർ അവനെ പിടിച്ചു. അതായത് ചാക്കോയെ അവൻ കൊന്നു. അപ്പൊ കോരനെ പിടിച്ചു. ചിരിത പത്രോസിന്റെ കുടിലേക്ക് ചിരിതയെ കൊണ്ടുപോയി. ഒരാഴ്ച കഴിഞ്ഞാണ് അവൾ കണ്ണു തുറന്നത്. കണ്ണു തുറന്നപ്പോൾ അവൾ കണ്ടത് ചാത്തനെയാണ്. അവൾ പെട്ടെന്ന് കണ്ണടച്ച് കളഞ്ഞു. അവൾ മരുന്ന് കൊടുക്കുന്നു. അപ്പൊ ചാത്തൻ എന്ന യാഥാർത്ഥ്യവുമായിട്ട് ചാത്തനാണ് അവൾക്ക് കൂട്ടിരുന്നത്, മരുന്ന് കൊടുത്തത്. അപ്പൊ അവളുടെ പനിയൊക്കെ ഭേദമായപ്പോൾ ചാത്തന് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ അവൾ ചോദിച്ചു എന്തിനാണ് ഇത്ര ആഹ്ലാദിക്കുന്നത്? ചാത്തൻ പറഞ്ഞു നിന്റെ ദണ്ണം കുറച്ച് കൂടുതലായിരുന്നു. കോരൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര പോലും തന്നെ നോക്കില്ലായിരുന്നു നമുക്ക് തോന്നി. കോരച്ചനല്ല എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവളുടെ ആ മുഖത്ത് ദേഷ്യഭാവം കണ്ട് അവൻ പറയുകയാണ്, ഞാൻ വേറൊന്നുമല്ല പറയുന്നത്, നിന്റെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിനെ നന്നായിട്ട് നോക്കിക്കൊള്ളണം എന്നാണ് കോരൻ പറഞ്ഞത്. അതിന് പിന്നീട് ഒരു ദിവസം ചിരിത പറഞ്ഞു, എനിക്ക് നിങ്ങൾക്ക് തരാനായിട്ട് ഒന്നുമില്ല, എനിക്കൊരു ആങ്ങളയില്ല, എനിക്കൊരു ആങ്ങളയായിട്ട് നിങ്ങൾ നിൽക്കണം എന്നാണ്. എൻ്റെ ആങ്ങളയായിട്ട് എൻ്റെ കൊച്ചിൻ്റെ അമ്മാച്ചനായിട്ട് നമുക്ക് ചാകുന്നവരെ കഴിയാം. അങ്ങനെ ചാത്തൻ അത് സമ്മതിച്ചു. ചാത്തൻ മര്യാദ വിട്ടുപോലും ഒരു വാക്കുകൾ പറഞ്ഞില്ല.
എല്ലാം കർമ്മമാണ്. അപ്പൻ പറഞ്ഞ പൊൻപണം ചാത്തച്ചൻ കൊടുത്തിരുന്നെങ്കിൽ എന്നൊരു ദിവസം അവൾ പറഞ്ഞു. അപ്പൊ ചാക്കോയുടെ കൊല, ചാക്കോയെ കൊന്നത് കുട്ടനാട്ടിലെ കർഷക മുതലാളിമാരെ എല്ലാം ഭയപ്പെടുത്തി. അപ്പോൾ പറയനെ പുലേനെ എവിടെ വെച്ച് കണ്ടാലും കൃഷിക്കാരെ തല്ലി തുടങ്ങി. അപ്പോൾ ഇവള് ഒരു ദിവസം ജയിലിൽ വളരെ കഷ്ടപ്പെട്ടാണ് ജയിലിൽ പോയി കോരനെ കാണുന്നത്. അപ്പോൾ അവളുടെ വീർത്ത വയറിൽ നോക്കി കോരൻ നോക്കിയപ്പോൾ അവള് പറഞ്ഞത് കർമ്മം കെട്ട കൊച്ചാണ്, അതായത് ഗതി പിടിക്കാത്തൊരു കൊച്ചാണെന്ന് പറഞ്ഞ് ചിരിതയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അപ്പൊ അവൻ പറഞ്ഞു, നീ അതിനെ വളർത്ത്. അപ്പൻ എന്തെന്ന് ചോദിച്ചാൽ എവിടെയെന്ന് ചോദിച്ചാൽ എന്ത് പറയണം, ജോലിയിലാണെന്ന് പറ. അപ്പൊ ഇപ്പോഴെങ്കിലും വരാൻ പറ്റില്ലേ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞു 10-15 വർഷത്തേക്ക് വരാൻ പറ്റില്ല. എന്റെ പൊന്നു പെണ്ണെ, നീ എനിക്ക് വേണ്ടി കാത്തിരിക്കണ്ട, നീ കൊച്ചിനെ വളർത്ത്. ചാത്ത നല്ല സ്നേഹമുള്ളവനാ, അവൻ നിന്നെ രക്ഷിക്കും, ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവള് പറഞ്ഞത് ആരും എന്നെ രക്ഷിക്കണ്ട, ഞാൻ പെണ്ണുങ്ങളുടെ യൂണിയനിൽ ചേരാൻ പോവുകയാണ്. അപ്പൊ ഇരുമ്പഴിക്കിടയിൽ കൂടെ അവൻ അവളുടെ കൈ പിടിച്ച് ചാത്തിന്റെ കയ്യിലേക്ക് വച്ചു കൊടുക്കുക എന്നൊരു കർമ്മം കൂടെ ചെയ്യണം എന്നായിരുന്നു അവന്റെ ആഗ്രഹം. എന്നെ പെങ്ങളെന്ന് വിചാരിച്ചാൽ മതിയെന്ന് ചിരിത വീണ്ടും പറയുന്നു. അങ്ങനെയാണ് 23-ാം അധ്യായം തീരുന്നത്. 24-ല് ചാത്തൻ ഉണ്ടാക്കിയ ഒരു പുതിയ കുടിലേക്ക് ഇവർ താമസം മാറുകയാണ്. അപ്പൊ സഹോദരനും സഹോദരിയും പോലെയാണ് അവരവിടെ താമസിക്കുന്നത്. അപ്പൊ ചാത്തൻ എന്നെ ചോറ് അവൾ വിളമ്പിക്കൊടുക്കും, അടുത്തിരുന്ന് എന്നെ വിളമ്പിക്കൊടുക്കും. അവൾ ഉണ്ട് കഴിയുമ്പോൾ അവൻ തിണ്ണയിൽ പായ വിരിച്ച് മുറുക്കാനും എടുത്ത് ഇരിക്കും. മുറുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ കൊച്ച് കുടിലിന്റെ കഥ കടയും. പുറത്ത് കിടന്നവന് ഉറക്കം വരില്ല. അവൻ ചിന്തിക്കുകയാണ്, ഈ ഒരു സ്ത്രീയോട് തനിക്ക് എന്താണ് ഇത്രയും സ്നേഹം എന്ന് അവൻ ചിന്തിക്കുന്നു. അപ്പൊ ഇവള് കുട്ട നെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ ആവേശത്തോടെ അവളെ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ അവളുടെ മനസ്സിൽ കോരനോടാണ് സ്നേഹം എന്നാണ് ചാത്തൻ ചിന്തിക്കുന്നത്. എന്നാൽ ചാത്തനാണെങ്കിലോ അവളോട് അടങ്ങാത്ത സ്നേഹം. കൂലി ചോദിക്കുന്ന പുലയനോട് ഉത്തരം പറയാൻ പറ്റാതെ മുതലാളിമാർ വലയുന്നു. അവരെല്ലാം മനുഷ്യരാണല്ലോ, അപ്പൊ അവർക്ക് മുതലാളി വർഗത്തിന് ഒരു പേടി ഉണ്ടായി. അപ്പൊ ഇവരുടെ പ്രകടനത്തിന്റെ ഒരു പരിപാടി വന്നപ്പോ മന്ത്രി സഭാ തലത്തിൽ ഇവര് പോയി മുതലാളിമാർ ഇതിനെതിരെ ഒരു ഇത് കൊടുത്തു, ഒരു പരാതി കൊടുത്തു. അപ്പോൾ പട്ടാളക്കാര് കുട്ടനാടിന്റെ പ്രാന്തപ്രദേശങ്ങളിലെത്തി. കോരൻ ഉണ്ടായിരുന്നെങ്കിൽ അവനായിരിക്കും കൊടിയും പിടിച്ച് ആദ്യം പോവുക എന്ന് അവൻ ചിന്തിക്കുന്നു. ചാത്തൻ ഇതെല്ലാം കണ്ടുകൊണ്ട് നിഷ്ക്രിയനായി ഇരിക്കുന്ന കണ്ടപ്പോൾ ചിരിതയ്ക്ക് അവനോട് പുച്ഛം തോന്നി. പൂർണ്ണ ഗർഭിണിയായ തനിക്ക് പോലും രക്തം തിളയ്ക്കുന്നു. അപ്പൊ ഈ പുരുഷൻ ഇങ്ങനെ കൂനിക്കൂടി ഇരിക്കണമല്ലോ, ഇവനെയാണല്ലോ തന്നെ ഭർത്താവ് ഏൽപ്പിച്ചതെന്ന് അവള് ചിന്തിച്ചു. തന്നെ ആരെങ്കിലും പിടിച്ചോണ്ട് പോയാൽ പോലെ ഇവൻ ഒരക്ഷരം മിണ്ടില്ല എന്നാണ് അവള് ചിന്തിച്ചത്. ചിരിത ചോദിക്കുന്നു, നിങ്ങൾ അവിടെ ആ പ്രകടനം നടക്കുന്ന സ്ഥലത്ത് പോകുന്നില്ലേ? എല്ലാ ആണുങ്ങളും പോകണുണ്ട്. അപ്പൊ അയാൾ പോകുന്നില്ല എന്ന് പറഞ്ഞു. എനിക്ക് ഒരു കൊച്ചിനെ വളർത്തണം, അതിന്റെ തള്ളയെ നോക്കണം എന്നവൻ പറഞ്ഞു. ആ വാക്കുകൾ അവിടെ ഹൃദയത്തിൽ തറച്ചു കയറി. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് പ്രസവവേദന തുടങ്ങി. ചിരിത പ്രസവിക്കുമ്പോഴാണ് 24-ാം അധ്യായം തീരുന്നത്. അപ്പൊ 25-ാം അധ്യായത്തിൽ കുട്ടനാട്ടിൽ നടന്ന കർഷക സമരത്തെക്കുറിച്ചാണ്. അന്ന് വലിയൊരു വെടിവയ്പ് നടന്നു, മരണം നടന്നു, ചോരപ്പുഴകൾ ഒഴുകി. മൃഗീയമായ നരവേട്ടയാണെന്നുണ്ടായത്. മരിച്ചതെല്ലാം മനുഷ്യരാണ്, പാവങ്ങളാണ്. അവർ വെടിയേറ്റ് വീഴുന്ന കാഴ്ച എല്ലാവർക്കും കാണേണ്ടി വന്നു. മന്ത്രിസഭയ്ക്ക് തോന്നുന്ന രീതിയിൽ അവരതിന് ഉത്തരം നൽകി. ഇപ്പൊ രാജ്യമാകെ തൊഴിലാളികൾ ഒറ്റയായിട്ട് ഉണർന്ന് യഥാർത്ഥ കുറ്റവാളികളെ ശിക്ഷിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. മാത്രമല്ല കുട്ടനാട്ടിൽ അവരുടെ രക്തസാക്ഷികൾക്കായി പ്രതികാരം ചെയ്യണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ഇപ്പൊ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ഒരു മീറ്റിംഗ് അവിടെ നടക്കുകയാണ്. അപ്പൊ അതിലെ പ്രാസംഗികൻ പറഞ്ഞത് കുട്ടനാട്ടിലെ പുലയരും കർഷകരായ മുതലാളിമാരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഇതിന്റെ പ്രസംഗം ബുദ്ധിമാനായതുകൊണ്ട് അദ്ദേഹം അവിടെ ഇരുന്ന ആൾക്കാരെ ആ ഒരു കാർഷിക വൃത്തിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞ അദ്ദേഹം അത് മാത്രമല്ല, പുണ്യശാലികളായ പാക്കനാരുടെ വള്ളുവനാരുടെയൊക്കെ സന്തതികളാണല്ലോ നിങ്ങൾ, അപ്പോൾ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് അവരെ ഉയർത്തി പറഞ്ഞ് ആ പ്രശ്നം അദ്ദേഹം പരിഹരിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ സ്റ്റേറ്റ് കോൺഗ്രസ് പാവപ്പെട്ട കർഷകന്റെ സ്ഥിതി നന്നാക്കാൻ വേണ്ടി പ്രതിജ്ഞ ചെയ്ത് രാജ്യത്തിന്റെ സ്വത്ത് കൃഷിക്കാരനാണ് എന്ന് കരുതുന്നു. അതുകൊണ്ട് അവനോടൊപ്പമാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് സദസ്സിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞ്, അധ്യക്ഷൻ ഉൾപ്പെടെ മുമ്പിലിരിക്കുന്നവർ പാട്ടം ഉപേക്ഷിക്കണം, എങ്കിൽ പിന്നെ ഞങ്ങൾക്ക് സ്ഥലം പാട്ടത്തിന് തരുന്നത് അവസാനിപ്പിക്കണം. പ്രസംഗിച്ചുകൊണ്ടിരുന്നാണ് സ്തംഭിച്ചു പോയി.
അപ്പോൾ ആയിരം ചോദ്യങ്ങളും കയ്യടികളുമായി. എന്തായാലും സദസ്സിൽ നിന്ന് ഒരാൾ ചാടി എണീറ്റ് പറഞ്ഞു, ഈ വെടിയേറ്റ് മരിച്ചവർ ഞങ്ങൾ തമ്മിൽ ഒരു വ്യത്യാസമില്ല, ആ പാവങ്ങളുടെ രക്തത്തെ ഞങ്ങളെ കൊണ്ട് ചിലർ ഊറ്റി കുടിച്ച് തഴപ്പിക്കുകയാണ്. അപ്പം എന്തായാലും ഈ രാജ്യദ്രോഹമാണ്, ഇനി സ്റ്റേറ്റ് കോൺഗ്രസ് ഞങ്ങളുടെ സംഘടനയായിട്ട് ഇരിക്കേണ്ട എന്ന് പറഞ്ഞു. സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളെയൊക്കെ നാട്ടുകാർ ചേർന്ന് പിരിച്ചുവിട്ടു. മന്ത്രിസഭ വീണു. മാത്രമല്ല ഈ വെടിവയ്പ് നടന്ന സ്ഥലത്തുള്ള കൊലപാതകളെ പരസ്യമായി വിചാരണ ചെയ്യണമെന്നും ആയി. ഇനി 25-ാം അധ്യായമാണ്. അവിടെയും ഒരു ചിരുതയുടെ തറയിൽ ചാത്തൻ ഉണ്ട്. അമ്മാവൻ എന്നാണ് ആ കുഞ്ഞ് ചാത്തനെ വിളിക്കുന്നത്. അവളുടെ രക്ഷകർത്താവാണ്, ദൈവമാണ്. അങ്ങനെ ഒരാൾ ഇല്ലായിരുന്നെങ്കിൽ കുഞ്ഞും താനും എങ്ങനെയായിരിക്കും കഴിയേണ്ടതെന്ന് അവള് ഓർത്തു. ചാത്തൻ ജീവിക്കുന്നത് ആ കുഞ്ഞിന് വേണ്ടിയാണ്. ഇനി 5 വർഷം കഴിയുമ്പോൾ വെളുത്ത എന്നാണ് കുഞ്ഞിന് പേരിട്ടിരിക്കുന്നത്. അവളുടെ കൊച്ചിന്റെ അച്ഛൻ തിരിച്ചു വരുമ്പോൾ അവന്റെ അമ്മാവനെ ഈ ചാത്തനെ ഈ കുട്ടി വിടില്ലായിരിക്കും. അപ്പൊ എന്താണ് ചെയ്യേണ്ടതെന്ന് അവൾക്ക് യാതൊരു തരത്തിലുള്ള കോര തിരിച്ചു വന്നാൽ ഇനി അവളെ തന്നെ സ്വീകരിക്കുമെന്നൊക്കെ അവൾ ചിന്തിക്കുകയാണ്. താൻ ഇങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ അയാള് അത് വിശ്വസിക്കുമോ എന്ന് അവള് ചിന്തിക്കുന്നു. അപ്പൊ അവള് ഒരു ദിവസം ചാത്തൻ പറയുകയാണ്, ഏതായാലും ചെറുക്കന് 4-5 വയസ്സായി, നിനക്കാണെങ്കിൽ ഇപ്പൊ വേലയ്ക്ക് പോവാം, കോരൻ 2 കൊല്ലത്തിനകം വരും, അപ്പൊ ഞാൻ ഇനി യൂണിയനിൽ ചേരട്ടെ എന്ന് ചോദിച്ചു. അതിന് ഒരു ഉത്തരം അന്ന് കിട്ടിയില്ല. അപ്പൊ രാത്രിയായപ്പോൾ അവൻ കുടിലിന് വെളിയിരുന്ന് പാടുകയാണ്. ഒരു നിരാശ കാമുകന്റെ പാട്ടാണ് അവൻ പാടുന്നത്. കുടിലിനുള്ളിലെ സ്ത്രീ ആണെങ്കിൽ നെഞ്ചു നീറി ഇരിക്കുകയാണ്. ഒരു ദിവസം ചാത്തൻ ചിരുതയുടെ യാത്ര ചോദിച്ചു. സമരത്തിൽ പങ്കെടുക്കാനാണ് അവൻ പോകുന്നത്. അവനെ ഇപ്പം വെളുത്ത എന്ന് പറയുന്ന ആ കുട്ടി അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അവന് ചുംബനം കൊടുത്ത് അവന്റെ നിലവിളി പോലും കേൾക്കാതെ ചാത്തൻ. അപ്പൊ യൂണിയന്റെ ക്യാമ്പിൽ ചാത്തൻ ചെന്നു. അപ്പൊ ഒരു മനുഷ്യൻ അവനെ നാടി മീശയും വളർത്തിയ ഒരു മനുഷ്യൻ അവനെ നോക്കി ചിരിച്ചു. അപ്പൊ അത് കോരനായിരുന്നു. എന്ത് പറയണമെന്ന് അറിയാതെ ചാത്തൻ ശില പോലെ നിന്നുപോയി. എന്റെ കുഞ്ഞെങ്ങനെ ഇരിക്കുന്നു ചാത്ത? നന്നായിരിക്കും. ചിരിതയും നന്നായിരിക്കും. നിനക്കെത്ര കുട്ടികളുണ്ട്? അപ്പൊ ചിരിതയും ചാത്തനും വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിയുന്നു എന്നാണ് കോരൻ കരുതിയത്. ഒന്നുമില്ല. ചാത്തന്റെ കണ്ണുകൾ നിറഞ്ഞു. നീ കരയുന്ന എന്ത് ചാത്ത? എന്ത് പറ്റി? പിന്നിൽ അമ്മാമ്മ എന്നൊരു വിളി കേട്ട് നോക്കിയപ്പോൾ ചാത്തന്റെ അടുത്തേക്ക് വെളുത്ത എത്തിക്കഴിഞ്ഞു. അവൻ ആ കുഞ്ഞിനെ എടുത്ത് കോരൻ ചിരിതയെ കണ്ടു, ചിരിത കോരനെയും. അവർക്ക് 2 പേർക്കും മനസ്സിലായി. മരുമോനെ നിന്റെ അച്ഛനെ നോക്കെന്ന് ചാത്തൻ പറഞ്ഞു. വെളുത്ത കോരനെ നോക്കി. അതാണ് അവന്റെ ജയിലിൽ പോയ അച്ഛൻ. കോരൻ കൈ നീട്ടി. അപ്പോൾ ആ വെളുത്ത കൈകൾക്കിടയിലൂടെ കോരന്റെ നെഞ്ചിലേക്ക് തല ചയച്ചു. ചാത്തൻ അവനെ കൊടുത്തു. അപ്പൊ ചാത്തനൊരു തൻ്റെ ഇടം വന്നു. അവൻ ചിരിതയുടെ കൈ പിടിച്ച് കോരന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ആങ്ങളെയും പെങ്ങളുമായിരുന്നു. ചിരിത കോരന്റെ ശരീരത്തിലേക്ക് തളർന്ന് വീഴുകയാണ്. അപ്പുറത്ത് മുദ്രാവാക്യങ്ങൾ, വിപ്ലവം ജയിക്കട്ടെ, യൂണിയൻ ജയിക്കട്ടെ. വെളുത്തയും അവന്റെ കൊച്ചു കൈ ഉയർത്തി വിളിച്ചു, കൃഷിഭൂമി കർഷകർക്ക്. അങ്ങനെ വളരെ ഹൃദ്യമായ ഒരു കാർഷിക സമരവും കൃഷി രീതികളും നാട്ടിൻപുറവും അവിടുത്തെ ജീവിത രീതിയൊക്കെ വളരെ ഒരു സിനിമയിൽ എന്നോണം ചിത്രീകരിച്ച് അതിനെ ശുഭപര്യവസായിയാക്കി മാറ്റി ആണ് ഈ ആ നോവൽ ഇവിടെ അവസാനിക്കുന്നത്. ഇതിന്റെ കണ്ടന്റ് കേൾക്കുക, അത് മനസ്സിലാക്കിയിരുന്ന് നമുക്ക് ഉത്തരം എഴുതാൻ കഴിയും. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ഷീബ ടീച്ചർ.